ഹായ്, വെൽക്കം ടു സുദീപ്സ് ഇംഗ്ലീഷ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്ന ഒരു നെഗറ്റീവ് പോസിറ്റീവ് സെന്റൻസുകൾ, അതിൻ്റെ ചോദ്യങ്ങൾ ഒക്കെയാണ്. നോർമലി നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരുന്ന നമുക്ക് നോർമലി നമ്മൾ ഒരു കാര്യം ചെയ്യാറുണ്ട് എന്ന് പറയുന്ന പ്രസന്റ് സിമ്പിൾ ടെൻസിലെ രീതികളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നോർമലി വെർബുകൾ ചേർത്ത്, ഫോർ എക്സാമ്പിൾ, ഞാൻ ജോലി ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ ഐ വർക്ക്. അവൻ ജോലി ചെയ്യാറുണ്ട് എന്നാണെങ്കിൽ ഹി വർക്ക്സ്. ഈ രീതികളാണ് നമ്മളിപ്പം അറിയാം അല്ലേ. ഒരു കാര്യം ചെയ്യാറുണ്ട്, അയാൾക്ക് ചെയ്യുന്നൊരു ശീലമുണ്ട്, അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്ന് പറയുന്ന രീതി നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. ഞാൻ ജോലി ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യുന്നൊരു ശീലമുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതിനെപ്പറ്റി ഒരു സത്യമാണത്. അപ്പോൾ നമ്മളത് പറയുന്നത് പ്രസന്റ് സിമ്പിളിലാണ്. അപ്പം ഇംഗ്ലീഷിലാണെങ്കിൽ ഐ വർക്ക്. ഞാൻ എല്ലാ ദിവസവും ജോലി ചെയ്യാറുണ്ട് എന്നാണെങ്കിലോ ഐ വർക്ക് എവറി ഡേ. ടൈം നമുക്ക് അനുസരിച്ച് ചേർത്താൽ മതി അല്ലേ. അതുപോലെ തന്നെ അയാൾ ചിലപ്പോഴൊക്കെ ജോലി ചെയ്യാറുണ്ട് എന്നാണെങ്കിൽ ഹി സംടൈംസ് വർക്ക്സ്. അപ്പം ഐ വന്നപ്പം വർക്ക് വന്നു, ഹി വന്നപ്പം വർക്ക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. WRKS ആണ് അല്ല, കാരണം വർക്ക് എന്ന് പറഞ്ഞത് ഒരു പ്ലൂറൽ വെർബ് ആണ്. അപ്പം ഐയുടെ കൂടെ എപ്പോഴും പ്ലൂറൽ വെർബ് ചേർക്കേണ്ടത് കൊണ്ട് ഐ വർക്ക് വന്നു. ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഒരാളാണ്, സിംഗുലർ ആണ്. പക്ഷെ അതിൻ്റെ കൂടെ ചേർക്കേണ്ട എപ്പോഴും സിംഗുലർ വെർബുകളാണ് ചേർക്കേണ്ടത്. അപ്പം ഹീയുടെ കൂടെ വർക്ക്സ് എന്നുള്ള സിംഗുലർ വെർബും നമ്മൾ ചേർത്തു. ഇതൊക്കെ നമുക്ക് ക്ലിയർ ആണ് അല്ലേ. ഇതാണ് നമ്മൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്ന നോർമൽ രീതി, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സെന്റൻസ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. പോസിറ്റീവ് സെന്റൻസ്, അഫിർമേറ്റീവ് സെന്റൻസ്, ഡിക്ലറേറ്റീവ് സെന്റൻസ്, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഇതിന്. ഈ ഒരു നോർമൽ സാധാരണ പറയുന്ന സെന്റൻസുകളെ വിളിക്കുന്ന പേരാണ് ഇതൊക്കെ, പോസിറ്റീവ് സെന്റൻസ്. കാരണം ഒരു കാര്യം ഇന്നത് ഒരാൾ ചെയ്യാറുണ്ടെന്നോ അല്ലെ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ടെന്നോ ഒക്കെ പറയുന്ന ഒരു വിവരണമാണ് ഈ സെന്റൻസുകളൊക്കെ. ഓക്കെ, സോ ദിസ് ഇസ് ജസ്റ്റ് എ പോസിറ്റീവ് സെന്റൻസ്, അല്ലെങ്കിൽ ഒരു അഫർമേറ്റീവ് സെന്റൻസ്, അല്ലെങ്കിൽ ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഓക്കെ, പോസിറ്റീവ് സെന്റൻസ് മാത്രം അങ്ങനെ ഓർത്ത് ഒരു പേര് നമുക്ക് വിളിച്ചാൽ മതിയില്ല. അപ്പം ലെറ്റ് ഇറ്റ് ബി എ പോസിറ്റീവ് സെന്റൻസ്. അപ്പം 2-3 രീതികളാണ്. ഒന്ന്, ഇംഗ്ലീഷിൽ പോസിറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. ഞാൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇനി അപ്പം അത് ക്ലിയർ അല്ലേ? പോസിറ്റീവ് ഞാൻ ചെയ്യാറുണ്ട്, നെഗറ്റീവ് ഞാൻ ചെയ്യാറില്ല. അപ്പം ഇല്ല എന്ന് വരുന്ന എല്ലാ സെന്റൻസുകളും നെഗറ്റീവ് ആയിരിക്കും. ഇംഗ്ലീഷിൽ നെഗറ്റീവ് സെന്റൻസുകൾ എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക. പോസിറ്റീവ് നെഗറ്റീവിന്റെ റീസൺ ചിലപ്പം ഞാൻ ചെയ്യാറുണ്ട് എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്, ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഒരു മുടക്ക് പറയുന്നതാണല്ലോ, ഒരു എഗനസ്റ്റ് ആയിട്ട് പറയുന്നത്. ചിലപ്പോൾ അതായിരിക്കും അതിനെ നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ സെന്റൻസിന്റെ രീതികൾക്കും വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ജോലി ചെയ്യാറുണ്ട് എന്നാണെങ്കിൽ ഐ വർക്ക് എന്ന് എനിക്ക് പറഞ്ഞാൽ മതി. ഞാൻ ജോലി ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്തത് പറയണം? ഐ ഡു നോട്ട് വർക്ക്, അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോം ഡു നോട്ടിന്റെ ഡോണ്ട് ആണ്, ഐ ഡോണ്ട് വർക്ക്. അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കാര്യം നമുക്ക് കൂടെ വരും, എന്താണ്? നോട്ട് വരും. ഇല്ല നോട്ട്, ഇല്ല നോട്ട്. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിന്റെ വ്യത്യാസം. അപ്പോൾ നമുക്ക് ഇനി ഡീറ്റെയിൽ, ഇത്രയും നാൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന മൊത്തം പോസിറ്റീവ് സെന്റൻസുകളായിരുന്നു. സോ നമുക്ക് ഇന്ന് തൊട്ട് നെഗറ്റീവ് സെന്റൻസുകൾ, അതിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കാം. ഓക്കെ, സിമ്പിൾ എക്സാമ്പിൾ, ഒരു സെന്റൻസ് ഇത് തന്നെ എടുക്കാം. നമുക്ക് ഐക്ക് പകരം ദേ എന്നൊരു വാക്കെടുക്കാം. ദേ വർക്ക്, അവർ ജോലി ചെയ്യാറുണ്ട്. ദേ വർക്ക് എവരിഡേ, അവരെല്ലാ ദിവസവും ജോലി ചെയ്യാറുണ്ട്. ദേ വർക്ക് അറ്റ് എ ബാങ്ക്, അവർ ഒരു ബാങ്കിൽ ജോലി ചെയ്യാറുണ്ട്. അങ്ങനെ എന്ത് ആഡ് ചെയ്താലും അതനുസരിച്ച് മീനിങ് മാറിക്കൊണ്ടിരിക്കും. അപ്പം ദേ വർക്ക്, അത് മതി. ദേ വർക്ക്, അവർ ജോലി ചെയ്യാറുണ്ട്, എല്ലാവർക്കും അറിയാലോ. ഇനി നമുക്കതിന് ചെറിയൊരു വ്യത്യാസം വരുത്താം. അവർ ജോലി ചെയ്യാറില്ല എന്നാക്കിയാലോ. അപ്പം ചെയ്യാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ദേ വർക്കായിരുന്നു. അവർ ജോലി ചെയ്യാറില്ല എന്ന് വരുമ്പോഴത്തേക്കും ദേ ഡു നോട്ട് വർക്ക്. ഷോർട്ട് ഫോം ആണെങ്കിൽ ഡു നോട്ടിന്റെ ഷോർട്ട് എന്താണ്? ഡോണ്ട്. DON ഇട്ട് ഒരു എഫസ്ട്രഫി ടി ഇട്ട് കഴിഞ്ഞാൽ അത് ഷോർട്ട് ഫോം ആണ്. ഡോണ്ട് എന്ന് ഷോർട്ട് ഫോമിൽ നമ്മൾ വിളിക്കുന്നത്. ഡു നോട്ട് ഡോണ്ട് ആവും. അപ്പം ദേ ഡോണ്ട് വർക്ക് ആണ് അതിന്റെ നെഗറ്റീവ് ഫോം. അപ്പൊ ഇതിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത്? ദേ വർക്കിൽ നിന്ന് അവർ ജോലി ചെയ്യാറില്ല എന്നായപ്പോഴത്തേക്കും ഡു നോട്ട് എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ കൂടി. ഇവിടെ ദേ വർക്ക് മാത്രമാണ്, ഇവിടെ ദേ ഡു നോട്ട് വർക്കും കൂടെ ഇടയ്ക്ക് വന്നു. ദേ വർക്ക് എന്ന് പറഞ്ഞ 2 വാക്കിനിടയ്ക്ക് ഒരു വാക്കും കൂടെ വന്നത് എന്താണ്? ഡു നോട്ട്. അതിനെ ഷോർട്ട് ആക്കുവാണെങ്കിൽ ഡോണ്ട്. അപ്പൊ എന്താകും? ദേ ഡോണ്ട് വർക്ക്. ഇത് ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഇതുപോലെ ഇവിടെ നമുക്ക് ദേ വർക്ക് എന്നുള്ള ഫസ്റ്റ് സെന്റൻസ്, ഇതിന്റെ ഒരു ചോദ്യം നിർമ്മിച്ചാലോ? ചോദ്യം എന്തായിരിക്കും? അവർ ജോലി ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചോദ്യം എങ്ങനെ നിർമ്മിക്കാം? അവർ ജോലി ചെയ്യാറുണ്ടോ, അല്ലേ? അവർ ജോലി ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചോദ്യമാണ് ഈ ഒരു സെന്റൻസിന്റെ. അപ്പൊ നമുക്കത് എങ്ങനെ നിർമ്മിക്കാം? ഒന്നുമില്ല, ചോദ്യം നിർമ്മിക്കാൻ വേണ്ടി
ദേ ആയതുകൊണ്ട്, സബ്ജക്റ്റ് ദേ ആയതുകൊണ്ട് ഡു നമുക്ക് ഫ്രണ്ടിൽ ചേർക്കണം. അപ്പോൾ അത് ചോദ്യമായി. അപ്പം ദേ വർക്കിന്റെ ഫ്രണ്ടിൽ ഏറ്റവും മുമ്പിൽ എന്ത് ചേർക്കണം? ഡു ചേർക്കണം. അവർ ജോലി ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ അപ്പം ഡു ദേ. അപ്പം ചെയ്യാറുണ്ടോ എന്നൊരു അർത്ഥം വന്നു. ഡു ദേ വർക്ക് എന്നാണ്. ഡു ദേ വർക്ക്. ഇനി ഇതിന്റെ നെഗറ്റീവ് സെൻസ് എന്തായിരുന്നു? അവർ ജോലി ചെയ്യാറില്ല എന്നുള്ളത് ദേ ഡോണ്ട് വർക്ക് ആയിരുന്നു അല്ലേ? ഇനി അതിന്റെ ഒരു ചോദ്യം നിർമ്മിക്കുകയാണെങ്കിലോ ഡോണ്ട് ദേ വർക്ക് അല്ലെങ്കിൽ ഡു ദേ നോട്ട് വർക്ക് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഏതായാലും ഈ ഡു, ഡോണ്ട് അല്ലെങ്കിൽ ഡു ഡസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന്റെ താഴെ നമുക്ക് ഇപ്പൊ ഡൂയുടെ കാര്യം പറഞ്ഞതും കൊണ്ട് നമുക്ക് ഡസ് വരുന്ന ഒരു സാഹചര്യം കൂടെ നോക്കാം. സോ അടുത്തൊരു സെന്റൻസ്, അവൻ ജോലി ചെയ്യാറുണ്ട് എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയണ്ടേ? നമുക്കറിയാം ഹി ആണ്, അതിന്റെ കൂടത്തിൽ സിംഗുലർ വെർബ് വരണം. അപ്പം ദേ പ്ലൂറൽ ആയതും കൊണ്ട് ദേ വർക്ക് എന്ന് വന്നു. വർക്ക് പ്ലൂറൽ വെർബാണ്. സബ്ജക്റ്റ് ആയ ദേയും പ്ലൂറലാണ്. ഇവിടെ ഹി സിംഗുലർ ആയതും കൊണ്ട് ഇതിന്റെ കൂടെ ചേർക്കേണ്ട വെർബാണ് വർക്ക്സ്, സിംഗുലർ വെർബ്. അപ്പോൾ ഹി വർക്ക്സ്, അവൻ ജോലി ചെയ്യാറുണ്ട്. അതിന്റെ ചോദ്യം നിർമ്മിച്ചാലോ ഒന്നുമില്ല. അപ്പം ഡസ് ഫ്രണ്ടിൽ ചേർക്കുക. സിംഗുലർ സബ്ജക്റ്റുകളുടെ ചോദ്യമാണ് ചോദിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എപ്പോഴും ഡസ് ചോദ്യത്തിലാണെങ്കിലും ചേർക്കുക, നെഗറ്റീവിലാണെങ്കിലും ഡസ് ചേർക്കുക, പ്ലൂറൽ ആണെങ്കിൽ ഡു ചേർക്കുക. ഇതാണ് എൻ്റെ സിമ്പിൾ റൂൾ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കാം. എന്നാലും ഇവിടെ ഡസ് ഹി വർക്ക്, അവൻ ജോലി ചെയ്യാറുണ്ടോ, അവന് ജോലി ചെയ്യുന്നൊരു ശീലമുണ്ടോ, അവൻ ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളാണോ, ഇതാണ് ഇതിന്റെ അർത്ഥം. പ്രസന്റ് സിമ്പിൾ നമ്മൾ ചോദിക്കുന്ന ഒക്കെ ഒരു സത്യാന്വേഷണം അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രൂത്ത്, അതിന്റെ ഒരു കാര്യം ഒക്കെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് നടക്കുന്നുണ്ടോ, അതൊക്കെയാണ് അതിന്റെ സാഹചര്യങ്ങൾ വരുന്നത്. ഇനി അടുത്തത് നെഗറ്റീവ് ആണെങ്കിലോ അവൻ ജോലി ചെയ്യാറില്ല. അപ്പം ഹി ഡസ് നോട്ട് വർക്ക്. എന്താണ്? ഹി ഡസ് നോട്ട് വർക്ക്. അപ്പം ജോലി ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ ഹി വർക്കിനിടയ്ക്ക് എന്താ ചേർക്കേണ്ടത്? ഡസ് നോട്ട് ചേർക്കണം. ഡസ് നോട്ടിന്റെ ഷോർട്ട് ഫോം എന്താണ്? ഡസിൻറ്റ്. ഡസിൻറ്റ് എന്നാണ്. അപ്പോൾ ഹി ഡസിൻറ്റ് വർക്ക്, ഹി ഡസിൻറ്റ് വർക്ക്. റൈറ്റ്. അപ്പം നമുക്ക് കിട്ടി. അപ്പൊ ഇതിന്റെ പ്രധാന വ്യത്യാസം നമുക്ക് എന്താ മനസ്സിലായേ? സബ്ജക്റ്റ് പ്ലൂറലായ ദേ വന്നപ്പം ചോദ്യം ചോദിക്കാൻ ഡു ദേ വർക്കാണ്, ഡു വന്നു. നെഗറ്റീവ് സെൻസ് ആയപ്പം ഡു നോട്ട് വന്നു, ദേ ഡു നോട്ട് വർക്ക്. നെഗറ്റീവിന്റെ ചോദ്യമായപ്പോഴെങ്കിൽ ഡോണ്ട് ദേ വർക്കാണ്, അതേ ഡോണ്ട് ഫ്രണ്ടിൽ ചേർത്ത് ഡോണ്ട് ദേ വർക്ക് നമ്മൾ ചോദിച്ചു. അപ്പം ഡു നോട്ട് ആണ് പ്ലൂറലിൽ വരുന്നത് നെഗറ്റീവിന്, ഡസ് നോട്ട് ആണ് വരുന്നത് നെഗറ്റീവ് സെൻസുകൾക്ക് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ. അതുപോലെ തന്നെ ചോദ്യം ചോദിക്കുമ്പോൾ പോസിറ്റീവ് ക്വസ്റ്റിന്റെ ചോദ്യമാണെങ്കിൽ ഡു ചേർത്ത് ചോദിക്കുക, നമ്മുടെ ഏത് പ്ലൂറൽ ആണെങ്കിൽ. അതുപോലെ തന്നെ ഡസ് ചേർക്കുക സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ. ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള രീതികൾ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇതൊക്കെ മനസ്സിലായില്ലേ? എങ്ങനെയാണ് ഒരു സബ്ജക്റ്റിന്റെ നെഗറ്റീവ് എന്താണ്, അതിന്റെ പോസിറ്റീവ് എന്താണ്, ചോദ്യങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി അല്ലേ? ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ജോലി ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെ പറഞ്ഞ? ഹി വർക്ക്സ് എന്നാണ്. അവൻ ജോലി ചെയ്യാറില്ല എന്ന് പറഞ്ഞ സെൻസിൽ എന്താ ചേർത്തേക്കുന്നത്? ഹി ഡസ് നോട്ട് വർക്ക് എന്നാണ്. ശ്രദ്ധിച്ചോ? അപ്പൊ ഈ വർക്ക്സ് എന്ന് പറഞ്ഞ ഈ സിംഗുലർ വെർബ് ആകെ പോസിറ്റീവ് സെനൻസിൽ മാത്രമേ ഉള്ളൂ. ആ പോസിറ്റീവ് സെനൻസിന്റെ ചോദ്യത്തിലുമില്ല, നെഗറ്റീവ് സെനൻസിനുമില്ല, നെഗറ്റീവ് സെനൻസിന്റെ ചോദ്യത്തിലും ഇല്ല. സോ ഒരു സബ്ജക്റ്റിന്റെ സിംഗുലർ ഫോം ഈ പറയുന്ന പോസിറ്റീവ് ഫോമിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഹി ഒക്കെ വരുമ്പോൾ ബാക്കി ഹി എന്നുള്ള സബ്ജക്റ്റോ ഷീ എന്നുള്ള സബ്ജക്റ്റോ ഒക്കെ വന്നാലും നെഗറ്റീവോ ക്വസ്റ്റ്യനോ ആണെങ്കിൽ അവിടെ നമുക്ക് പ്ലൂറൽ വെർബ് മാത്രമേ വരുള്ളൂ, സിംഗുലർ വെർബ് വരില്ല. ഓക്കെ, ആ സിംഗുലർ വെർബിന് പകരമാണ് അവിടെ ഡസ് നമ്മൾ ചേർക്കുന്നത്. അപ്പം ഡസ് എന്നുള്ള വ്യത്യാസം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് അവിടെ പിന്നെ സിംഗുലർ വെർബ് അല്ല പ്ലൂറൽ വെർബേ വരുള്ളൂ. അതുകൊണ്ടാണ് ഈ സെന്റൻസിൽ ഹി വർക്ക്സ് ചോദ്യമായപ്പം ഡസ് ഹി വർക്ക് എന്നാണ്, ഡസ് ഹി വർക്ക്സ് എന്നില്ല. അപ്പോൾ സിംഗുലർ വെർബുകൾ ചോദ്യങ്ങളിൽ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനത്തെ വെർബുകളുടെ പദങ്ങൾ പ്ലൂറൽ ആയിട്ടേ വരുള്ളൂ. നെക്സ്റ്റ് നെഗറ്റീവിലാണെങ്കിലും എന്താ വന്നേ? ഹി ഡസ് നോട്ട് വർക്ക്. അപ്പം അതിന് ആ നെഗറ്റീവ് എന്ന് മനസ്സിലാക്കി തന്നത് ഡസ് ആണ്. അവിടെ നമുക്ക് നെഗറ്റീവ് സെന്റൻസിൽ സബ്ജക്റ്റ് ഹി ആയതുകൊണ്ട് സിംഗുലർ ആയതുകൊണ്ട് ഡസ് ചേർത്തു. അതാണ് വരുന്ന വ്യത്യാസം. അപ്പം വെർബിന് സിംഗുലർ ആക്കേണ്ട ആവശ്യമില്ല. അപ്പം ഡസ് ഹി നോട്ട് വർക്ക് അല്ലെങ്കിൽ ഡസിൻറ്റ് ഹി വർക്ക്, അവൻ ജോലി ചെയ്യാറില്ലേ എന്നുള്ള നെഗറ്റീവ് ചോദ്യമാണ്. അത് അവൻ ജോലി ചെയ്യാറില്ല. അപ്പൊ ഡസിൻറ്റ് ഹി വർക്ക് എന്നാണ്. സോ യു ഗോട്ട് ഇറ്റ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഇത്രയും കണ്ടതിൽ വെച്ച് നിങ്ങൾ ഇതിന് പിക്ക് ഔട്ട് ചെയ്യേണ്ട ഒറ്റ പോയിന്റ് ഒന്നേ ഉള്ളൂ. നെഗറ്റീവ് സെനൻസുകളിലും ചോദ്യത്തിലും നെഗറ്റീവ് സെനൻസുകളുടെ ചോദ്യങ്ങളിലും വെർബ് പ്ലൂറലേ വരുവുള്ളൂ, ഒരിക്കലും സിംഗുലർ വെർബ് വരുന്നില്ല എന്നുള്ള പോയിന്റ് എല്ലാവരും നോട്ട് ചെയ്യുക. വി ഡോണ്ട് ഹാവ് എനി ടൈപ്പ് ഓഫ്
പ്ലൂറൽ വെർബ്സ് ഇൻ ദീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദ നെഗറ്റീവ്സ്. റൈറ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ക്യാച്ച് ചെയ്യണം. ഈ പോയിന്റാണ് നിങ്ങൾ റിമെമ്പർ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇനിയും നമുക്ക് സബ്ജക്റ്റ് വേണമെന്ന് മാറ്റി നോക്കാം. ഹി എന്നുള്ള സ്ഥാനത്ത് വേറൊരു വെർബ് എടുക്കാം, ഒരാളുടെ പേരെടുക്കാം. അപ്പം അലക്സ് എന്നൊരു പേരെടുത്താലോ? അലക്സ് ജോലി ചെയ്യാറുണ്ട്, അലക്സ് വർക്ക്സ് എന്നാണ്. അലക്സ് ജോലി ചെയ്യാറുണ്ടോ എന്ന് ആണെങ്കിലോ? ഡസ് അലക്സ് വർക്ക്, അത്രേ ഉള്ളൂ. ഡസ് അലക്സ് വർക്ക്. സോ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പം ഡസ് മാത്രം ചേർത്തേ ഉള്ളൂ, അവിടെ വർക്ക് എന്നാണ് വന്നത്, വർക്ക്സ് ഇല്ല. അലക്സ് ജോലി ചെയ്യാറില്ലെന്ന് ആണെങ്കിലോ? അലക്സ് ഡസ് നോട്ട് വർക്ക്. ഫുൾ ഫോമിൽ അവിടെ ഡസ് നോട്ട് വർക്ക് എന്നാണ്, വർക്ക്സ് ഇല്ല, വർക്ക് എന്ന് മാത്രമേ ഉള്ളൂ. ഇൻ ഷോർട്ട് ഫോം ആണെങ്കിലോ അലക്സ് ഡസൻറ്റ് വർക്ക്. ഇനി അലക്സ് ജോലി ചെയ്യാറില്ലേ എന്നുള്ള രീതി ചോദിക്കണമെങ്കിലോ ഡസൻറ്റ് അലക്സ് വർക്ക്. അപ്പൊ അവിടെ വർക്കേ ഉള്ളൂ. സോ ഗോട്ട് ദ പോയിന്റ്. പോസിറ്റീവായ സാധാരണ രീതിയിൽ അലക്സ് ജോലി ചെയ്യാറുണ്ട്, അവൻ ജോലി ചെയ്യാറുണ്ട്, അവൾ ജോലി ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുന്ന നോർമൽ രീതികളിൽ മാത്രമേ നമ്മൾ സിംഗുലർ വെർബുകൾ ഉപയോഗിക്കുകയുള്ളൂ. വർക്ക്സ്, ഡ്രിങ്ക്സ്, ഈറ്റ്സ്, ക്യാച്ചസ്, വാച്ചസ്, ലിസൺസ്, ഈ എസ് ഉള്ള ഈ സിംഗുലർ വെർബുകൾ എപ്പോഴും പോസിറ്റീവ് സെൻസിലേ വരുവുള്ളൂ. അതിന്റെ തന്നെ ചോദ്യം വന്നു കഴിഞ്ഞാലും നെഗറ്റീവ് വന്നാലും ഇല്ല. സോ എല്ലാ ചോദ്യങ്ങളിലും എല്ലാ നെഗറ്റീവ് സെൻസുകളിലും പ്ലൂറൽ വെർബ് മാത്രമേ വരുവുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ മതി, സിമ്പിൾ ആയിട്ട്. ഓക്കെ. ചോദ്യങ്ങളിലും നെഗറ്റീവ് സെൻസുകളിലും പ്ലൂറൽ വെർബ് മാത്രമേ വരുവുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിൽ അടുത്തതായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്താണ്? എപ്പോഴാണ് ഡു ചേർക്കേണ്ടത്, എപ്പോഴാണ് ഡസ് ചേർക്കേണ്ടത്, അല്ലേ? കാരണം സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഡസ് വരണം ചോദ്യത്തിൽ, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഡു വരണം ചോദ്യത്തിൽ. നെഗറ്റീവ് സെൻസ് നിർമ്മിക്കുമ്പോഴാണെങ്കിലോ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഡസ് നോട്ട് വരണം, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഡു നോട്ട് വരണം. ഇനി അതിന്റെ ചോദ്യമാണെങ്കിലും ഇത് അങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്തൊക്കെ വരണം, അല്ലേ? അപ്പൊ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കാം. എപ്പോഴാണ് ഡു, എപ്പോഴാണ് ഡസ്, അങ്ങനെ ഓരോന്നും പഠിച്ച് നമുക്ക് പോകാം. സോ നമ്മൾ ഇതുവരെ ഉപയോഗിച്ച സെന്റൻസുകളെല്ലാം പോസിറ്റീവ് സെന്റൻസ് ആയിരുന്നു. അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പറയുന്നു, നമ്മുടെ അവസ്ഥ പറയുന്നു, ആ വാക്ക്, അതാണല്ലോ ക്രിയ. അപ്പൊ ആ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ക്രിയ എപ്പോഴും ഒന്നെങ്കിൽ ഡ്രിങ്ക്സ് എന്നുള്ള രീതിയിൽ സിംഗുലർ ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രിങ്ക് എന്നുള്ള രീതിയിൽ പ്ലൂറൽ ആയ ബേസ് ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രിങ്ക്സ് ഡ്രിങ്ക്, അല്ലെങ്കിൽ ഡ്രിങ്ക്സ്, അല്ലെങ്കിൽ വർക്ക്സ്, ഗോസ്, ഇങ്ങനെയാണല്ലോ നമ്മൾ ഉപയോഗിച്ചിട്ടിരുന്നത്. അപ്പൊ സിംഗുലറും പ്ലൂറലും ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. സിംഗുലർ ഡ്രിങ്ക്സും പ്ലൂറൽ ഡ്രിങ്കുമാണ് ഉപയോഗിച്ചിട്ടിരുന്നത്. അപ്പൊ നോർമൽ സെന്റൻസിൽ നമുക്ക് ഇത് രണ്ടും ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു, അല്ലെ? അപ്പൊ ഡ്രിങ്ക്സും ഉപയോഗിക്കായിരുന്നു, കറക്റ്റ് ആയിരുന്നു. ഡ്രിങ്കും ഉപയോഗിക്കായിരുന്നു, അതും കറക്റ്റ് ആയിരുന്നു. ഡ്രിങ്ക്സ് ഉപയോഗിക്കേണ്ടത് ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ സിംഗുലർ നൗണിനോടൊപ്പവും, ഡ്രിങ്ക് ഉപയോഗിക്കേണ്ടത് ഐ, യു, അതുപോലെ തന്നെ വി, ദേ, പിന്നെ പ്ലൂറൽ ആയിട്ടുള്ള നാമങ്ങൾക്കൊപ്പമായിരുന്നു, അല്ലെ? ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് നെഗറ്റീവും ക്വസ്റ്റ്യൻ സെന്റൻസിനെ പറ്റിയാണ്. അപ്പൊ ഈ നെഗറ്റീവിലും ക്വസ്റ്റ്യനിലും നമുക്കൊരു മാറ്റമുണ്ട്, ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ. ഒരു കണക്കിന് പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം നമുക്കിവിടെ ഏതിനോടൊപ്പമാണ് ഡ്രിങ്ക്സ് ഉപയോഗിക്കേണ്ടത് പഠിക്കണമായിരുന്നു. കാരണം എല്ലാ സബ്ജക്റ്റിനോടൊപ്പം ഡ്രിങ്ക്സ് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. ഐയോടൊപ്പം ഈ ഡ്രിങ്ക്സ് ഉപയോഗിക്കാൻ പറ്റുമോ? ഐ ഡ്രിങ്ക്സ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഐ ഡ്രിങ്ക് എന്ന് വേണം പറയാൻ. യു ഡ്രിങ്ക്സ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. യു ഡ്രിങ്ക് എന്ന് വേണം പറയാൻ. ഹിയോടൊപ്പം ഉപയോഗിക്കാം ഹി ഡ്രിങ്ക്സ്, ഷിയോടൊപ്പം ഉപയോഗിക്കാം ഷീ ഡ്രിങ്ക്സ്. അതുപോലെ തന്നെ ഡ്രിങ്ക് എന്നുള്ള വാക്ക് ഹിയോടൊപ്പം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഹി ഡ്രിങ്ക് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഹി ഡ്രിങ്ക്സ് എന്ന് വേണം പറയാൻ. അപ്പൊ ഇങ്ങനെ ഏതിനോടൊപ്പം ഏത് ചേർക്കണമെന്ന് പഠിക്കണമായിരുന്നു. പക്ഷെ ഈ നെഗറ്റീവിലും ക്വസ്റ്റ്യനിലും നമുക്ക് ഈ രണ്ട് വെർബുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇതിൽ ഒറ്റ വെർബേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. സിംഗുലർ ഒരിക്കലും ഉപയോഗിക്കുന്നില്ല. നെഗറ്റീവ് ആണെങ്കിലും ക്വസ്റ്റ്യൻ ആണെങ്കിലും ആകെ ഉപയോഗിക്കുന്ന വെർബാണ് പ്ലൂറൽ. പ്ലൂറൽ ഏതാണ്? ഡ്രിങ്ക്. ഈ ഡ്രിങ്ക് എന്നുള്ള ഒറ്റ വാക്ക് അല്ലെങ്കിൽ ഡ്രിങ്ക് എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്. ഡ്രിങ്കിന് പകരം ജോലി ചെയ്യുന്നതാണെങ്കിൽ വർക്ക്സ് വരില്ല, വർക്ക് മാത്രം വരും. ഗോസ് വരില്ല, ഗോ മാത്രം വരും. ഈറ്റ്സ് വരില്ല, ഈറ്റ് മാത്രം വരും. പ്ലൂറൽ വെർബുകൾ മാത്രമാണ് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു നിഷേധിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയോ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ. നിഷേധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെന്റൻസ്, ഒരു കാര്യം അറിയാൻ വേണ്ടി ചോദിക്കുന്ന കാര്യം ചോദ്യം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിലും നമ്മൾ പ്ലൂറൽ വെർബ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഏതാണ്? ഡ്രിങ്ക് എന്നുള്ള ഒറ്റ ഫോമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ ചോദ്യമാണെങ്കിലും നിഷേധിക്കുന്ന നെഗറ്റീവ് സെന്റൻസിലാണെങ്കിലും. സിംഗുലർ ആയ ഡ്രിങ്ക്സ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അതാണ് ഞാൻ റെഡിൽ മാർക്ക് ചെയ്തേക്കുന്നത്, ഉപയോഗിക്കാൻ പാടില്ല.
ഡ്രിങ്ക്സ് നെഗറ്റീവിലും ക്വസ്റ്റ്യനിലും വരില്ല. പോസിറ്റീവ് വേറെ, നെഗറ്റീവും ക്വസ്റ്റ്യനിലും ഒറ്റ വെർബേ ഉപയോഗിക്കുള്ളൂ. ഡ്രിങ്ക് എന്നുള്ള അതിന്റെ ഒറ്റ പ്ലൂറൽ ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരിക്കലും നിങ്ങൾ പെട്ടെന്ന് ഹീ കണ്ടപ്പോൾ ഹീയുടെ ഡ്രിങ്ക്സ് ആണല്ലോ എന്ന് വെച്ചൊരു ചോദ്യമോ നെഗറ്റീവ് ആണെങ്കിൽ ഉപയോഗിക്കില്ല. എപ്പോഴും ഡ്രിങ്ക് തന്നെ, എല്ലാത്തിനോടൊപ്പം ഡ്രിങ്ക് തന്നെ. ഇപ്പോൾ മെയിൻ വെർബ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് എല്ലാവർക്കും അറിയാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡു ആൻഡ് ഡസിന്റെ ഉപയോഗങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഈ കൊടുത്തിരിക്കുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് കുറേ സെന്റൻസുകളാണ് അല്ലേ? അപ്പൊ അതിനകത്ത് യെല്ലോ കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന മൊത്തം നമുക്ക് ഡു ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളും ആ ഒരു ബ്ലൂ വിഷ് കളറിലുള്ള സെന്റൻസുകളൊക്കെ നമുക്ക് ഡസ് വരുന്ന ഒരു സാഹചര്യങ്ങളുമാണ്. കാരണം പോസിറ്റീവ് സെന്റൻസിൽ ഹി ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹി വർക്ക്സ് ഇൻ എ ബാങ്ക് എന്നാ പറയേണ്ടത്. അവൻ ബാങ്കിൽ ജോലി ചെയ്യാറുണ്ട്. സബ്ജക്റ്റ് ഹി ആയതുകൊണ്ട് സിംഗുലർ ആണ്. അപ്പോൾ ഹിയോടൊപ്പം എപ്പോഴും ചേർക്കേണ്ട സിംഗുലർ വെർബുകളാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ചോദ്യം വരുമ്പം ഡസ് വരും. സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഡസ് വരും. ഡസ് ഹി വർക്ക് ഇൻ എ ബാങ്ക്, അവൻ ബാങ്കിൽ ജോലി ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് ആ ചോദ്യം. അതിന് നെഗറ്റീവ് വരുമ്പോഴും ആ ഡസിന്റെ കൂടെ ഒരു നോട്ട് ചേർക്കുന്നേ ഉള്ളൂ. നെഗറ്റീവ് ആണ് അല്ല എന്നൊരു വാക്കാണ് നോട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഹി ഡസ് നോട്ട് വർക്ക് ഇൻ എ ബാങ്ക്, അവൻ ബാങ്കിൽ ജോലി ചെയ്യാറില്ല. ഇല്ല എന്നുള്ളതാണ് നോട്ട് നമ്മൾ ചേർക്കുന്നത് ഡസിന്റെ കൂടെ. ഇനി അപ്പം ഇതാണ് അതിനകത്ത് വരുന്ന വ്യത്യാസം. അപ്പം ഡസ് വരും. ഇനി ഐ നോക്കിക്കേ, ഐ വർക്ക് ഇൻ എ ബാങ്ക്, ഞാൻ ബാങ്കിൽ ജോലി ചെയ്യാറുണ്ട് എന്നുള്ള പോസിറ്റീവ് സെന്റൻസ് ആണ്. അതിന്റെ ചോദ്യം എങ്ങനെ ചോദിക്കണ്ടേ? ഡു ഐ വർക്ക് ഇൻ എ ബാങ്ക്, ഞാൻ ജോലി ചെയ്യാറുണ്ടോ? അപ്പൊ ഡു വരും. ഞാൻ ബാങ്കിൽ ജോലി ചെയ്യാറില്ല എന്നുള്ള നെഗറ്റീവ് സെന്റൻസ് നോക്കിയേ, ഐ ഡു നോട്ട് വർക്ക് ഇൻ എ ബാങ്ക് അല്ലെങ്കിൽ ഐ ഡോണ്ട് വർക്ക് ഇൻ എ ബാങ്ക് എന്നാണ് പറയേണ്ടത്. അപ്പൊ ഡു ആണ് അവിടെ ചേർക്കേണ്ടത്. അപ്പം ഹി വന്നപ്പോൾ ഡസ് ചേർത്തു, ഐ വന്നപ്പോൾ ഡു ചേർത്തു. അപ്പൊ അതിന് ഡു ആൻഡ് ഡസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. കാരണം ഡു ആൻഡ് ഡസ് ഇല്ലാതെ ഒരു നെഗറ്റീവ് സെന്റൻസോ ഒരു ചോദ്യമോ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കില്ല. ഈ പ്രസന്റ് സിമ്പിൾ ടെൻസിൽ അല്ലെങ്കിൽ സത്യം അന്വേഷിക്കാൻ വേണ്ടിയുള്ള ഈ ചോദ്യങ്ങളിൽ നമുക്ക് ഡു ഡസ് കമ്പൽസറി ആണ്. സോ അതിന്റെ റൂളും കൂടെ ഒന്ന് നോക്കാം. ഒരു ചോദ്യത്തിലും വരും, ഒരു നെഗറ്റീവ് സെന്റൻസിലും വരുന്ന രണ്ട് വാക്കുകളാണ്. ഒന്ന് ഡു, രണ്ടാമത്തേത് ഡസ്. ഓക്കെ, ഡൂവും വരും ഡസും വരും. അപ്പം പക്ഷെ ഈ ഡു എല്ലാ സബ്ജക്റ്റുകളോടൊപ്പം ഡു വരില്ല, എല്ലാ സബ്ജക്റ്റിനോടൊപ്പവും ഡസും വരില്ല. അപ്പൊ അതുകൊണ്ട് ഏതിനോടൊപ്പമാണ് ഡു ഉപയോഗിക്കേണ്ടത്, ഏതിനോടൊപ്പമൊക്കെയാണ് ഡസ് ഉപയോഗിക്കേണ്ടത്, ഒരു ചോദ്യത്തിലും ഒരു നെഗറ്റീവ് സെന്റൻസിലും നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം പഠിപ്പിച്ച പോലെ ആ സംഭവം തന്നെയാണ് സിംഗുലറും പ്ലൂറലും. ഒന്ന് സിംഗുലറായ ഹി ഷീ ഇറ്റിനോടൊപ്പം ചേർക്കാം. അവൻ, അവൾ, അത് അല്ലെങ്കിൽ ഇത് എന്ന് ഉപയോഗിക്കുന്ന ഈ മൂന്ന് പ്രൊനൗണുകൾ, സർവനാമം, ഈ മൂന്ന് പേരിന് പകരം ഉപയോഗിക്കുന്ന സർവനാമത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഡസ് ആണ് ഹീയോടൊപ്പം ചേർക്കേണ്ടത്. ഷീയോടൊപ്പവും ഡസ് വേണം ചേർക്കാൻ, ഡു ചേർക്കാൻ പാടില്ല. ഇറ്റിനോടൊപ്പവും ഡസ് വേണം ചേർക്കുവാൻ വേണ്ടി. ക്ലിയർ അല്ലേ? ഇനി കോമൺ ആയിട്ട് ഇതെല്ലാം ഏകവചനമാണ്. ഇതിനകത്ത് ഒറ്റ കോമൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഒരാളാണ്. ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഒരു പെൺകുട്ടി, അവൾ ഒരാളാണ്. ഇതെന്ന് പറഞ്ഞാലും ഇതെന്ന് പറഞ്ഞാലും ഒരു സാധനത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതെന്ന് പറഞ്ഞാലും ഒരു സാധനത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ശ്രേയ ഒരു പെൺകുട്ടിയുടെ പേര്, ഇപ്പൊ പ്രണവ് എന്നാണെങ്കിൽ ഒരു ആൺകുട്ടിയുടെ പേര്. അപ്പം അവിടെ ഒരാളാണ്, ഏകവചനമാണ്. ചൈൽഡ് ഒരു കുട്ടി, ഏകവചനം. ബോയ് ഒരാൺകുട്ടി, ഗേൾ ഒരു പെൺകുട്ടി. അപ്പം ഏകവചനമായ ഡസ് എപ്പോഴും ഏകവചനത്തിന്റെ കൂടെ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ബഹുവചനത്തിന്റെ കൂടെ ഒന്നും ഡസ് ഉപയോഗിക്കുന്നില്ല. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഡു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഡസ് നമുക്ക് അപ്പം കോമൺ ആയിട്ട് പറഞ്ഞെങ്കിൽ എല്ലാ സിംഗുലറിനോടൊപ്പവും ചേർക്കാം. അത് നാമം ആയിക്കോട്ടെ, സർവനാമം ആയിക്കോട്ടെ. ഓക്കെ, ഇതൊക്കെ നാമങ്ങളാണല്ലോ, പേരുകളാണ്, ഇതൊക്കെ നാമങ്ങളാണ്. ഇതൊക്കെ ഈ ഹി ഷീറ്റ് ആണെങ്കിൽ സർവനാമമാണ്. അപ്പം എല്ലാ നാമങ്ങൾക്കൊപ്പവും, ഏകവചനമായ എല്ലാ നാമങ്ങൾക്കൊപ്പവും എല്ലാ സർവനാമങ്ങൾക്കൊപ്പവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഡസ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഡു ഏതിനോടൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് പഠിക്കണ്ടേ. ഡു ഉപയോഗിക്കുന്ന കാര്യം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സിംഗുലറായ രണ്ട് സർവനാമങ്ങൾക്കൊപ്പവും ഡു ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, കാരണം ഡു എല്ലാ പ്ലൂറൽ, എല്ലാ ബഹുവചനത്തിലുള്ള സർവനാമം പ്രൊനൗണിനോടൊപ്പവും നൗണിനോടൊപ്പവും നമുക്ക് ഈ ഡു ഉപയോഗിക്കാം. അത് കൂടാതെ സിംഗുലറായ, സത്യം പറഞ്ഞാൽ ഒരാള് മാത്രമാണ്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ഒരാളാണ്. യു എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടർത്ഥമുണ്ട്. നീ എന്ന് പറയണമെങ്കിലും യു എന്ന് ഉപയോഗിക്കാം. നമ്മുടെ മുമ്പിൽ കുറെ പേരുണ്ട്. എന്റെ മുമ്പിൽ ഇപ്പം ഒരാളുണ്ട്. അപ്പൊ എനിക്ക് അവരെ ഇറ്റ്സ് യു, നീയാണ് എന്ന് ഒരാളെ വേണമെങ്കിൽ യു എന്ന് പറഞ്ഞ് പോയിന്റ് ഔട്ട് ചെയ്യാം. എന്റെ മുമ്പിൽ ഒരു 10 പേരുണ്ടെങ്കിലും അവരെനിക്ക് യു എന്ന് പറഞ്ഞ് പോയിന്റ് ഔട്ട് ചെയ്യാം. അപ്പം അത് സിംഗുലർ ആണെങ്കിൽ, ഒരാളായ നീ എന്ന് പറഞ്ഞ സിംഗുലർ ആണെങ്കിലും യു എന്ന് തന്നെയാണ് പേര്. എന്റെ മുമ്പിൽ 10 പേരുണ്ട്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എത്ര പേര്, 2, 3 എത്രയോ ഉണ്ട്.
പ്ലൂറലാണ്, എന്നാൽ പോലും എനിക്ക് യു എന്ന് പറഞ്ഞ് അവരെ അഭിസംബോധന ചെയ്യാം, അവരെ എനിക്ക് വിളിക്കാൻ പറ്റും യു എന്ന് വിളിച്ച്. അപ്പം ഒറ്റ വാക്കാണ് സിംഗുലറിനും പ്ലൂറലിനും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിക്കേണ്ട ഇത് എളുപ്പത്തിൽ പഠിക്കേണ്ട ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഡു നമുക്ക് യുവിന്റെ കൂടെ ഉപയോഗിക്കാന്ന് പഠിച്ചാൽ മതി. കാരണം സിംഗുലറിലും യു എന്ന് പറഞ്ഞ വാക്കുണ്ട്, പ്ലൂറലിലും യു എന്ന് പറഞ്ഞ വാക്കുണ്ട്. ഓക്കെ, അപ്പൊ യു, ഈ രണ്ട് യുവും ഒരു വാക്ക് തന്നെയാണല്ലോ, രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാമെന്ന് മാത്രം. അപ്പം യുവിനോടൊപ്പം എപ്പോഴും ഡു ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ സിംഗുലർ ആയ ഐയോടൊപ്പവും യു ആണ് ഉപയോഗിക്കേണ്ടത്. ഈ ഒരു കാര്യം പഠിക്കുക. ഡു എപ്പോഴും സിംഗുലർ ആയ ഐയോടൊപ്പവും യുയോടൊപ്പവും ഉപയോഗിക്കാം. പിന്നെ ബാക്കി എല്ലാം പ്ലൂറല, എല്ലാ ബഹുവചനമായ സർവനാമം ആയിക്കോട്ടെ നാമം ആയിക്കോട്ടെ, അത് ബഹുവചനമാണെങ്കിൽ, നമ്മുടെ സബ്ജക്ട് ബഹുവചനമാണെങ്കിൽ അതിന്റെ കൂടെ ഡു മാത്രമേ വരുവുള്ളൂ. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ അതിനോടൊപ്പം ഡു മാത്രമേ വരുവുള്ളൂ. വി എന്ന് പറഞ്ഞാൽ നമ്മൾ, അതൊരു പ്ലൂറലാണ്, ഒന്നിൽ കൂടുതലാണ്. യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ എന്റെ മുമ്പിലുണ്ട്. ദേ എന്ന് പറഞ്ഞാൽ അവർ, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. കാരണം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സർവനാമങ്ങൾ വരുമ്പോൾ അതിനോടൊപ്പം ഒക്കെ ഡു ചേർക്കണ്ടേ. ശ്രേയ ആൻഡ് പ്രണവ് രണ്ടുപേരാ, പിന്നെ പ്ലൂറല, അതുകൊണ്ട് അതിനോടൊപ്പം ഡു ചേർക്കണം. പക്ഷെ ശ്രേയ എന്ന് മാത്രം വന്നപ്പോൾ ഡസ് എന്ന് ചേർക്കണ്ടേ, ഒരാളായതുകൊണ്ട്. ചിൽഡ്രൻ, ബോയ്സ്, ഗേൾസ്. ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ, ഒന്നിൽ കൂടുതൽ കുട്ടികൾ, അപ്പൊ ഡു വേണം ചേർക്കാൻ. ബോയ്സ് ആൺകുട്ടികളാണ്, ഒരാൺകുട്ടിയല്ല, ഒന്നിൽ കൂടുതലുണ്ട്, അപ്പം പിന്നെ ഡു വേണം ചേർക്കാൻ. ഗേൾസ് പെൺകുട്ടികൾ, ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളുണ്ട്, അപ്പൊ അവിടെ എന്റെ കൂടെ ഞാൻ ഡു വേണം ചേർക്കാൻ. സോ ഇത്രയും നമ്മൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് കിട്ടേണ്ട അണ്ടർസ്റ്റാൻഡിങ് ഇത്രയേ ഉള്ളൂ. ഡസ് ഉപയോഗിക്കേണ്ടത് ഹീ ഷീറ്റിനോടൊപ്പവും സിംഗുലർ നാമത്തിനൊപ്പവും ഒക്കെയാണ്. അപ്പം സിംഗുലറായ രണ്ട് സർവനാമങ്ങൾക്കൊപ്പം ഡു ഉപയോഗിക്കാൻ പറ്റും. ബാക്കിയെല്ലാം പ്ലൂറലാണ് ഡുവിന്റെ യൂസേജും വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡസ് വിത്ത് ഹി ഷീറ്റ്, ഡു വിത്ത് ഐ യു, പിന്നെ ബാക്കി വി യു, ബാക്കി എന്ത് ആയിക്കോട്ടെ പ്ലൂറലല്ല, സിംഗുലറായ ഐ യുവിനോടൊപ്പം ഡു വരുന്നു മാത്രം. ഓക്കെ, ഓരോ സെന്റൻസ് നിർമ്മിക്കുന്ന ഭാഗം തൊട്ട് ഒരു പോസിറ്റീവും നെഗറ്റീവ് സെന്റൻസും വരെ നമ്മൾ എത്തി നിൽക്കുകയാണ് അല്ലെ. പോസിറ്റീവ് സെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഒരു കാര്യം പറയുന്നതും, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നിഷേധിക്കുന്ന ഒരു കാര്യം പറയുന്നതുമാണ്. ഇനി നമ്മളിന്ന് ചോദ്യമാണ് നിർമ്മിക്കേണ്ടത്. ഇപ്പൊ ചോദ്യം, രണ്ടിന്റെ ചോദ്യങ്ങളുണ്ട്. പോസിറ്റീവ് സെന്റൻസിന്റെ ചോദ്യമുണ്ട്, നെഗറ്റീവ് സെന്റൻസിന്റെ ചോദ്യമുണ്ട്. ഇപ്പൊ നമ്മൾ പോസിറ്റീവ് സെന്റൻസിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാക്കുന്നത് മാത്രമാണ് നോക്കുന്നത്, അതും ഡസ് ചേർത്തിട്ട്. നമുക്ക് ഒരു ഡസ് ചേർത്തും ചോദ്യം ഉണ്ടാക്കാം, ഡു ചേർത്തും ചോദ്യം ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ പോസിറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതില് ആദ്യമായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം അവന് ബിരിയാണി ഇഷ്ടമാണ് എന്ന് പറഞ്ഞൊരു സെന്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, കാരണം നമ്മൾ ഡസിന്റെ എക്സാമ്പിൾസ് ആണല്ലോ നോക്കുന്നത്. ഡസ് ചേർത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സർവനാമങ്ങൾ അല്ലെങ്കിൽ പ്രൊനൗണുകളാണ് ഹി, ഷീറ്റ് ഒക്കെ. അല്ലെങ്കിൽ ഒരാളുടെ സിംഗുലർ പേരായിരിക്കണം, രാം, അലക്സ് എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇക്ബാൽ എന്നൊക്കെ പറഞ്ഞ പോലെ. അല്ലെങ്കിൽ നമുക്ക് ഇത് ചൈൽഡ്, ഇത് കുട്ടി, അല്ലെങ്കിൽ ആൺകുട്ടി, ബോയ്, ഗേൾ, മാൻ, അങ്ങനെ ഒരാൾ മാത്രമുള്ള ഒരു കോമൺ അങ്ങനത്തെ ഒരു നൗണും ആയിരിക്കാം അല്ലെ. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ആണ് നമുക്കിപ്പം അവന് ബിരിയാണി ഇഷ്ടമാണ്. അവന് ബിരിയാണി ഇഷ്ടമാണ് നമുക്ക് പറയണം, ഒരാളോട് പറയണം അവന് ഇഷ്ടമുള്ളത് ബിരിയാണിയാണ്, അല്ലെങ്കിൽ അവന് ബിരിയാണി ഇഷ്ടമാണെന്ന് നമുക്കത് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് നമ്മളത് നോർമലി എഴുതുന്നത് നമുക്കറിയാം, നമ്മളത് ഹി ലൈക്സ് ബിരിയാണി എന്നാണ് അല്ലെ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹി വരുമ്പോൾ എപ്പോഴും അവൻ എന്നൊക്കെ വരുമ്പോൾ നമ്മൾ വെർബിന്റെ സിംഗുലർ ഫോം ആണ് ഉപയോഗിക്കുന്നത്, ലൈക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഹി ഷീറ്റിനോടൊപ്പം ഒക്കെ എസ് ഫോം ആയിരിക്കും വരുന്നത്. നോർമൽ സെൻസ് ഒക്കെ നമുക്കറിയാം. അപ്പൊ ഹി ലൈക്സ് ബിരിയാണി എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിനൊരു ചോദ്യം നിർമ്മിക്കണം. എന്താണ്? അവന് ബിരിയാണി ഇഷ്ടമാണോ എന്ന് ചോദിക്കണം. ഓക്കെ, അവന് ബിരിയാണി ഇഷ്ടമാണോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഇന്ന് നിർമ്മിക്കുന്നത്. അവന് ബിരിയാണി ഇഷ്ടമാണോ എന്ന്. അത് നമുക്ക് വളരെ സിമ്പിൾ ആണ്. രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, ഈ ഹി ലൈക്സ് ബിരിയാണി എന്ന് പറഞ്ഞ ഈ സെന്റൻസ് ചോദ്യമാക്കുമ്പോൾ അവൻ എന്നുള്ള ഈ ഹീയുടെ മുമ്പിലായിട്ട് ഒരു ഡസ് ചേർക്കണം. ഓക്കെ, ഹി, ഷീറ്റ് അല്ലെങ്കിൽ സിംഗുലർ നൗൺ ഒക്കെ വരുമ്പോൾ അതിന് മുമ്പിലായിട്ട് ഒരു ഡസ് ചേർക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഡസ് ചേർത്തു. ഹി ലൈക്സ് ബിരിയാണിക്കകത്ത് ഇവിടെ ഹീയുടെ മുമ്പിലായിട്ട് ഡസ് ചേർത്തു. അപ്പൊ ഡസ് ഹി എന്നായി. അപ്പം ഇനി അടുത്തത് ആ ലൈക്സ്. ഇവിടെ നമ്മൾ സിംഗുലർ നൗണല്ലോ ഉപയോഗിക്കുക. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യനില് നമ്മൾ നെഗറ്റീവ് സെന്റൻസ് പഠിച്ച പോലെ ചോദ്യം അത് ഏതാണെങ്കിലും അത് ഏത് സബ്ജക്റ്റിനോടൊപ്പം ചേർത്താലും ചോദ്യത്തിലും നെഗറ്റീവ് സെന്റൻസുകളിലും സിംഗുലർ ആയ വെർബ് ഇല്ല. ലൈക്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗുലർ വെർബാണല്ലോ. നമ്മൾ ഏതിനോടൊപ്പം ചേർത്താലും പ്ലൂറൽ വെർബ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. പ്ലൂറൽ മെയിൻ വെർബിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ മെയിൻ വെർബ് നമ്മൾ എപ്പോഴും മെയിൻ ആയിട്ടുള്ള കാര്യം പറയുന്ന ക്രിയ എപ്പോഴും പ്ലൂറൽ ആയിരിക്കും, ഒരിക്കലും സിംഗുലർ വരത്തില്ല ചോദ്യത്തിലും നെഗറ്റീവ് സെന്റൻസിലും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലൈക്സ് എന്നുള്ള സിംഗുലർ നൗൺ പ്ലൂറൽ ആയ ലൈക്ക് ആയിട്ട് മാറ്റി. ഈ മാറ്റം എപ്പോഴും വരുത്തണം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ.
അപ്പം ഡസ് ആഡ് ചെയ്തു, പ്ലൂറൽ മെയിൻ വെർബ് സിംഗുലർ മെയിൻ വെർബ് പ്ലൂറൽ ആക്കി മാറ്റി. ഓക്കെ, അപ്പൊ ഹി ലൈക്സ് ബിരിയാണി എന്നുള്ള സെന്റൻസ് ഡസ് ഹി ലൈക്ക് ബിരിയാണി എന്നായിട്ട് മാറി. സോ ഇതാണ് നമ്മുടെ ഒരു വലിയൊരു വ്യത്യാസം. ഓക്കെ, രണ്ട് വ്യത്യാസങ്ങൾ. മെയിൻ വെർബ് മാറ്റുക, ഡസ് ചേർക്കുക. സിമ്പിൾ അല്ലേ? അടുത്ത സെന്റൻസ് നോക്കിയാലോ. അവൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അപ്പം അത് അവളെ പറ്റി ഒരു കാര്യം നമ്മൾ പറയണം. അവൾ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു നമ്മൾ പറയുകയാണ്. നമ്മുടെ ഡിക്ലറേഷൻ ആണ്, നമ്മൾ പറയുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയും ഷീ, അവൾ എന്ന് പറഞ്ഞാൽ ഷീ വർക്ക് ചെയ്യുന്നു. അപ്പൊ എന്താണ്? വർക്ക്സ് ബാങ്കിൽ, ഇൻ ബാങ്ക്, ഇൻ ബാങ്ക്. അപ്പൊ ഷീ വർക്ക്സ് ഇൻ ബാങ്ക് എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലെ? ഷീ വർക്ക്സ് ഇൻ ബാങ്ക് ആണത്. ഇത് നമ്മളൊരു ചോദ്യം, ഇത് എന്ത് ചോദ്യമാണ് നമ്മൾ മലയാളത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്? അവൾ ബാങ്കിലാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൾ ബാങ്കിലാണോ ജോലി ചെയ്യുന്നത്? അത് ചോദ്യമാണല്ലോ. അപ്പം അവൾ ബാങ്കിലാണോ വർക്ക് ചെയ്യുന്നത് ആണ് നമ്മുടെ ചോദ്യം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ എഴുതും? ഒന്നുമില്ല, ഇച്ചിരി മുമ്പ് പറഞ്ഞ ട്രിക്ക് തന്നെ. ഷീ ആണ്, അതിന് മുമ്പ് ഡസ് ചേർക്കുക. അപ്പൊ ഡസ് ഷീന്നായി. പിന്നെ വർക്ക്സ് എന്ന് പറഞ്ഞത് നമുക്കിവിടെ സിംഗുലർ ആയിട്ടുള്ള നൗണാണ്, എസ് ഫോം ആണ്. എസ് ഫോം ഉപയോഗിക്കാൻ പാടില്ല, പ്ലൂറൽ, എസ് ഇല്ലാത്ത പ്ലൂറൽ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ വർക്ക്സ് എന്നുള്ള വാക്ക് വർക്കായിട്ട് മാറ്റുക. ഓക്കെ, മെയിൻ വെർബ് മാറ്റുക, പ്ലൂറൽ ആയിട്ട് എപ്പോഴും മാറ്റുക. ചോദ്യമാണല്ലോ, നെഗറ്റീവ് ആണെങ്കിൽ ഇത് തന്നെയാണ് കേട്ടോ. അപ്പം ഷീ വർക്ക്സ് ഇൻ ബാങ്ക് എന്നുള്ളത് ഡസ് ഷീ വർക്ക് ഇൻ ബാങ്ക് എന്ന് ആയി മാറി. കൂൾ. മൂന്നാമത്തെ സെന്റൻസ്. അതിന് 4 കാലുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു പട്ടിയോ പൂച്ചയോ എന്തോ ആയിക്കോട്ടെ, സംതിങ് വി ആർ റെഫറിംഗ് ടു പെറ്റോ സംതിങ്. ഓക്കെ, അപ്പൊ അതിന് 4 കാലുണ്ട്. അപ്പൊ ഇറ്റ് ഹാസ് 4 legs എന്നാണ്. ഹാസ് ഉണ്ടെന്നാണ് ഈ രണ്ട് വാക്കും പറയുന്നത്. ഹാസ് എന്ന് പറഞ്ഞാലും ഉണ്ട്, ഹാവ് എന്ന് പറഞ്ഞാലും ഉണ്ടെന്നാണ്. പക്ഷെ ഹാസ് സിംഗുലർ ആണ്, ഹാവ് പ്ലൂറൽ ആണ്. അപ്പം ഇവിടെ നമുക്ക് നോർമൽ പോസിറ്റീവ് ഫോം ആയതുകൊണ്ട് ഇതിനൊക്കെ നമുക്ക് റൂൾ ഉള്ളത് കൊണ്ട് ഇറ്റ് ഹാസ് 4 legs എന്നാണ് നമ്മൾ പറയേണ്ടത്. അതിന് 4 കാലുണ്ട്, അല്ലെങ്കിൽ ഇതിന് 4 ഇവിടെ ഇതിനെന്നാണെങ്കിൽ പോലും സെയിം വാക്ക് ഇറ്റ് തന്നെയാണ്. അപ്പൊ ഇറ്റ് ഹാസ് 4 legs, ഇതിന് 4 കാലുണ്ട്, ഇറ്റ് ഹാസ് 4 legs എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പം നമുക്ക് ഇതിന് ചോദ്യം നിർമ്മിച്ചാലോ. ഇതിന് 4 കാലുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം അല്ലെ? ഇതിന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിന് 4 കാലുണ്ടോ എന്നാണ്. അപ്പൊ എന്താകും? ഇറ്റ് ഹാസ് 4 legs എന്നുള്ളത് ഡസ് ഇറ്റ്, ഡസ് ചേർക്കുക, ഇതിന് മുമ്പ് ഡസ് ചേർത്തു, നോർമൽ വെർബ് തന്നെ. ഇനി ഈ മെയിൻ വെർബ് സിംഗുലർ ആയിട്ടുള്ള മെയിൻ വെർബ് പ്ലൂറൽ ആയിട്ട് മാറ്റുക. ഹാസിന്റെ പ്ലൂറൽ ആണ് ഹാവ്, അതുകൊണ്ട് ഹാവ് വന്നു. സോ ഡസ് ഇറ്റ് ഹാവ് 4 legs എന്നാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത സെന്റൻസ്. അർജുൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അപ്പം അതെങ്ങനെ പറയും? അർജുൻ സ്പീക്സ് ഇംഗ്ലീഷ് എന്നാണ്. നമ്മൾ അതിന്റെ ഒരു ചോദ്യം ഉണ്ടാക്കുകയാണെങ്കിലോ, അർജുൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നാണ് എന്റെ ചോദ്യം അല്ലെ? അപ്പൊ അതെങ്ങനെയാക്കും? മുമ്പേ പറഞ്ഞ പോലെ തന്നെ അതിന് മുമ്പ് 2 ഡസ് ചേർക്കുക, സ്പീക്സ് എന്നുള്ളത് സിംഗുലർ വെർബാണ്, അത് പ്ലൂറൽ ആക്കുക, സ്പീക്ക് ആക്കുക. അപ്പൊ ഡസ് അർജുൻ സ്പീക്ക് ഇംഗ്ലീഷ്? അപ്പം ഇത്രയും ഈ 7 സെന്റൻസുകൾ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ക്ലിയർ ആയി എന്താണ് ഒരു സെന്റൻസ് ഫോർമേഷൻ, ഒരു ചോദ്യം എങ്ങനെ നിർമ്മിക്കാം. ഒരു പോസിറ്റീവ് സെന്റൻസിന്റെ ഡസ് ചേർത്തുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. ഡസ് ചേർത്ത് കുറെ ചോദ്യങ്ങൾ നിർമ്മിക്കാൻ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? അപ്പൊ ഇന്ന് നമുക്ക് ഡു ചേർത്തിട്ട് ചോദ്യങ്ങൾ നിർമ്മിക്കാം. ഓക്കെ, ഡു എന്തുകൊണ്ടാണ് വരുന്നത്? സബ്ജക്റ്റുകൾ മാറുന്നത് കൊണ്ട്. ഓഫ് കോഴ്സ് ഹി ഷീറ്റ് രാമസിംഗർ നൗണൊക്കെ നമ്മൾ ഡസ് വന്ന് ഇന്ന് നമ്മൾ IUV അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നു, അല്ലെങ്കിൽ 2 പേരുകൾ രാം ആൻഡ് അലക്സ് എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഡു ആണ്, ഓഫ് കോഴ്സ് നമ്മൾ ഡു ആണ് ചേർത്തിട്ട്. അപ്പം അതിന്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത്. പോസിറ്റീവ് സെന്റൻസിൽ നിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ പോലെ തന്നെ നമ്മൾ ചോദ്യങ്ങൾ നിർമ്മിക്കുന്നു. ഓക്കെ, സോ ഫസ്റ്റ് എനിക്കൊരു ഡിക്ഷണറി ആവശ്യമുണ്ട് എന്നാണ്. അപ്പോൾ നമ്മളത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഐ നീഡ് എ ഡിക്ഷണറി എന്ന് പറയും, കോമൺ. അപ്പം ഇതിന്റെ കൂടെ ഒക്കെ നമ്മൾ ഓൾറെഡി നീഡ്സ് അല്ല, നീഡ് തന്നെയാണ് വരുന്നത്, ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് ഇവിടെ ഒക്കെ മെയിൻ വെർബായിട്ട് വരുന്നത് ഓൾറെഡി പ്ലൂറൽ തന്നെയാണ്, സിംഗുലർ, ഏകവചനം വരുന്നില്ല, എല്ലായിടത്തും ബഹുവചനം തന്നെയാണ്. കാരണം ഈ ഐ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന യു, ഇതിനോടൊക്കെ നമ്മൾ വി, ഇതിനോടൊക്കെ ഉപയോഗിക്കുന്ന എപ്പോഴും പ്ലൂറൽ വെർബാണ്, പോസിറ്റീവ് സെന്റൻസിലാണെങ്കിൽ പോലും. ഓക്കെ, അപ്പൊ നമ്മുടെ മറ്റേ സെന്റൻസിലെ പോലെ കൺവേർഷൻ ഇവിടെ ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ ചോദ്യം എങ്ങനെയായിരിക്കും? എനിക്കൊരു ഡിക്ഷണറി ആവശ്യമുണ്ടോ? അപ്പൊ നമ്മൾ ഒരു ടീച്ചറിനോട്, ഒരു സ്റ്റുഡന്റ്, ഒരു കുട്ടി ഒരു ടീച്ചറിനോട് ചോദിക്കുക, ടീച്ചറെ എനിക്കൊരു ഡിക്ഷണറി ആവശ്യമുണ്ടോ, ഞാനൊരു ഡിക്ഷണറി മേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ എങ്ങനെയാണ്? ഡു ഐ നീഡ് എ ഡിക്ഷണറി എന്ന് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പം ഇതിൽ വന്നേക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? ഐയുടെ മുമ്പിലായിട്ട് ഡു ചേർത്തു, അത് മാത്രമാണ് ആകെയുള്ള ഒരു ചേഞ്ച്. അപ്പം ഡു ഐ നീഡ് എ ഡിക്ഷണറി. അപ്പൊ ജസ്റ്റ് ആകെ ഒരു ചേഞ്ച് വരുത്തിയാൽ മതി. ഫ്രണ്ടിൽ ഡു ചേർക്കുക, ചുമ്മാ ഫ്രണ്ടിൽ ഡു ചേർക്കുക, ഫുൾ സ്റ്റോപ്പിന് അവരുടെ ക്വസ്റ്റ്യൻ മാർക്ക് വരും. അത്ര വ്യത്യാസമുള്ള ഈ ചോദ്യം നിർമ്മിക്കുക. വളരെ എളുപ്പമാണ്. ഓക്കെ, എളുപ്പമാണ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് പരസ്പരം അറിയാം. അപ്പം
നമ്മൾ പെട്ടെന്ന് ഒരാളെ കാണുവാണ്, നമ്മൾ ഫ്രണ്ടിന്റെ നമ്മൾ പണ്ടെപ്പോഴോ കണ്ടൊരു ഓർമ്മയുണ്ട്, എന്നാൽ കുറെ നാളുകൾ കൂടി കാണുമ്പോൾ പെട്ടെന്ന് അവരോട് നമുക്ക് പരസ്പരം അറിയാം എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു ഇതാണ്. അത്ര കോമൺ യൂസ് അല്ല, എന്നാൽ പോലും വീക്ക് കൂട്ടി നിങ്ങൾ പഠിപ്പിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഈ എക്സാമ്പിൾ എടുത്തത്. അപ്പൊ നമുക്ക് പരസ്പരം അറിയാം എന്ന് നമ്മൾ പറയും. അപ്പൊ വി നോ ഈച്ചർ എന്നാണ് പറയേണ്ടത്. അല്ലെങ്കിൽ മൂന്നാമത് ഒരാളാണ് നമ്മൾ പറയുക. ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ വന്നു, ഇപ്പൊ നമ്മൾ 3 പേരുണ്ട്, ഞാനും എന്റെ ഫ്രണ്ട് ഇവിടെ നിൽക്കുന്നു, മൂന്നാമത് ഫ്രണ്ട് വന്നു. അപ്പൊ ആ ഫ്രണ്ടിനോട് ഞാൻ പറയാം ഞങ്ങൾക്ക് പരസ്പരം അറിയാം. ഇപ്പം ആ ഫ്രണ്ടിനെ അറിഞ്ഞൂടാ, ഞങ്ങൾക്ക് തമ്മിൽ അറിയാം. അപ്പൊ ഞാൻ അവനോട് പറയാണ്, ആ ഒരു മൂന്നാമത് ഒരാളോട് പറയാണ് ഞങ്ങൾക്ക് പരസ്പരം അറിയാം, വി നോ ഈച്ച് അതർ. അപ്പോൾ നമ്മൾ വി നോ ഈച്ച് അതർ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ചോദ്യം എങ്ങനെ നിർമ്മിക്കും? നമുക്ക് പരസ്പരം അറിയാമോ? ഇപ്പം ഞാൻ ഒരാളെ കണ്ട് അവരോട് ചോദിക്കാം നമുക്ക് പരസ്പരം അറിയാമോ, എന്തോ ചെറിയ ഓർമ്മ അറിയാമെന്ന് പറയും, എന്തോ കണ്ടൊരു ഓർമ്മ എന്ന് പറഞ്ഞ പോലെ. അപ്പം ഒരു ഡൗട്ടാണ്. അപ്പം നമുക്ക് പരസ്പരം അറിയാമോ ഞാൻ ചോദിക്കുകയാണ് എന്റെ ഫ്രണ്ടിനോട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചോദിക്കും ഡു വി നോ ഈച്ച് അതർ. ജസ്റ്റ് ഡു ആഡ് ചെയ്യുക, ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ അത്രേ ഉള്ളൂ, ഡു വി നോ ഈച്ച് അതർ. അപ്പൊ നമ്മൾ ഈ ഓരോ സെന്റൻസ് പഠിക്കും തോറും ഇതിന്റെ ഒരു അർത്ഥവും ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഓരോ സെന്റൻസുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ നിങ്ങൾ പഠിച്ചു പോകണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ സെന്റൻസ് എന്താണ്? നീ എന്നെ സ്നേഹിക്കുന്നു. ഇപ്പം ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയും, പക്ഷെ നീ എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അവരുടെ തീരുമാനം നമ്മൾ പറയുന്ന പോലെ ആയിപ്പോവും. പക്ഷെ ഇതിപ്പോ പറയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാല് എനിക്കറിയാം നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാമല്ലോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. കാരണം യു കൂട്ടിയിട്ട് സെന്റൻസ് നമുക്ക് വേണം, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ എടുത്തേക്കുന്നത്. അത്ര കോമൺ അല്ല. അല്ലെങ്കിൽ എനിക്കറിയാമായിരുന്നു നീ എന്നെ സ്നേഹിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്കറിയാം നീ എന്നെ സ്നേഹിക്കുന്നു. അപ്പം ഐ നോ യു ലവ് മീ, ഐ നോ യു ലവ് മീ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഐ നോ എനിക്കറിയാം, യു ലവ് മീ. അപ്പം യു ലവ് മീ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ യു ലവ് മീ എന്നാണ്. അപ്പൊ അതിന്റെ ചോദ്യം എങ്ങനെയാവും? ജസ്റ്റ് ഡു ചേർക്കുക, ഡു യു ലവ് മീ. ഇത് പിന്നെ നോർമൽ ക്വസ്റ്റ്യൻ, നമ്മൾ ഡെയിലി ലൈഫിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഡു യു ലൈക്ക്, അപ്പം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, അപ്പൊ എന്താവും? ഡു യു ലവ് മീ എന്നാണ്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അതെങ്ങനെ ചോദിക്കും നമ്മൾ? ഡു യു ലവ് മീ എന്നാണ്. അതുപോലെ തന്നെ എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ യു ലൈക്ക് ഐസ്ക്രീം. നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഐസ്ക്രീം. അല്ലെങ്കിൽ യു ലൈക്ക് ബിരിയാണി, യു ലൈക്ക് റിസോർട്ട്, യു ലൈക്ക് കൊച്ചി. ഡു യു ലൈക്ക് കൊച്ചി, യു ലൈക്ക് ട്രിവാൻഡ്രം, ഡു യു ലൈക്ക് ട്രിവാൻഡ്രം. അങ്ങനെ പല സെന്റൻസുകളും. ഈ ഒരു ചോദ്യം നമുക്ക് കോമൺ ആണ്. ഡു യു ലവ് ചോക്ലേറ്റ്സ്, ഡു യു ലവ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം നാലാമത്തെ സെന്റൻസ് ആണ് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാ പറയണ്ടേ? ദേ സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ്. അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അപ്പം അല്ലെങ്കിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പം ദേ സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ ചോദ്യം എങ്ങനെയാണ്? അവർ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നാണ്. അപ്പൊ അതെങ്ങനെയാണ്? ജസ്റ്റ് ഡു ചേർക്കുന്നു, ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇത്രയും ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡു ചേർത്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഡസ് ചേർത്തിട്ടുള്ള ക്ലാസ്സുകൾ അതിന്റെ എക്സാമ്പിൾ നിങ്ങൾ ഓൾറെഡി എഴുതിയും കഴിഞ്ഞു. അപ്പം ഇതിന്റെ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതോടെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ക്ലിയർ ആയി, പക്കയായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലാതെ ക്ലിയർ ആയിക്കോളും. ഇത് കഴിഞ്ഞിട്ട് ഏതായാലും ഒരു പോസിറ്റീവ് സെനൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെനൻസ്, നിഷേധിക്കുന്ന സെനൻസുകളും ഉണ്ട്, അതിന്റെ ചോദ്യങ്ങളും ഉണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക ഡീറ്റെയിൽഡ് ആയിട്ട്. സോ ഈ ഒരു സെക്ഷൻസ് കഴിയുന്നതോടെ ഏതൊരു കാര്യത്തിന്റെയും ചോദ്യം ചോദിക്കാനുള്ള ആ ഒരു കഴിവ്, അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ആയിട്ട് എങ്ങനെ ചോദിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് അതിന് കിട്ടും. ഓക്കെ, അപ്പം അതിന് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സെക്ഷനും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് വർത്തമാനകാലത്തിൽ പറയുന്ന ശീലങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നോർമലി ഒരാളുടെ കാര്യം, ഡിക്ലറേഷൻ, പ്രസ്താവനകൾ, ഇപ്പം ഇതിൻ്റെതാണ്, അവൻ ഐസ്ക്രീം ഇഷ്ടമാണ്, നമ്മൾ പ്രസ്താവിക്കുകയാണ്, അത് അങ്ങനെയാണ്, ഡിക്ലെയർ ചെയ്യണം. അപ്പൊ ഡിക്ലറേഷൻസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളുടെ എല്ലാം ചോദ്യങ്ങളും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ ലൈഫിൽ സംസാരിക്കേണ്ട മെയിൻ ആയിട്ടൊരു കാര്യത്തിന്റെയാണ് ഈ സംസാരിച്ച് പോകുന്നത്. സോ എവറി ക്ലാസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഫോളോ ദ ക്ലാസ്സസ് ഇൻ ഓർഡർ. So this is for today's class. Meet you in the next class with negative sentences and its question. Till then, bye bye.